ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഞങ്ങളാണ് നിങ്ങളോട് പറയേണ്ടത് ഭയപ്പെടണോ വേണ്ടയോ എന്നത്. അത് ഇന്ത്യ രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നിങ്ങൾക്ക് കണ്ടില്ലേ? മന്ത്രിമാര് താമസിക്കുന്നത് കേട്ടില്ലേ? പലരും അത് ഭീഷണിയായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോ ഇസ്ലാമോഫോബിയ ഉള്ള ആളുകളിലായിരിക്കും അത്തരം അതൊരു ഭീഷണിയായിട്ടൊക്കെ മാറുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് അതിനകത്ത് ഭീഷണി എന്ന് പറയുന്ന ഒന്നില്ല. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. സ്വാഭാവികമായിട്ടും വോട്ട് കൂടുതലുള്ള അല്ലെങ്കിൽ വോട്ട് കൂടുതൽ നേടുന്ന പാർട്ടികൾ ഭരിക്കാൻ വേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ വോട്ടുകൾ ചുമ്മാ അങ്ങ് നേടാൻ പറ്റുമോ? ആദ്യം വോട്ടുകൾ ഉണ്ടാക്കണം. MK ഫൈസി ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. SDPIക്കാരുടെയൊക്കെ അരമണ്ഡലത്തിൽ ഒരു ചെറിയ മാംസദണ്ഡുണ്ട്. നമ്മുടെ ഈ ഹൃദയമുണ്ടല്ലോ, നമ്മുടെ ഈ ഭാഗത്തായിട്ടുള്ള ഹൃദയം, ഇത് SDPIക്കാരാണെങ്കിൽ പോലും അവർക്കും ഇതുണ്ട്. അവർ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഹൃദയത്തിൽ നിന്ന് വരുന്ന രക്തം ഈ അരക്കെട്ടിലുള്ള മാംസദണ്ഡിലേക്ക്, അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള ഞരമ്പുകളിലൂടെ ഈ മാംസദണ്ഡിലേക്ക് എത്തിച്ചേർന്ന് കുഞ്ഞു കുഞ്ഞു സിരകളിലൂടെയുള്ള രക്തത്തിന്റെ തള്ളിക്കയറ്റം നിമിത്തം ഈ ബാബു നമ്പൂതിരിയുടെ ഒരു ശൈലിയിൽ കിടന്നിരുന്ന ഈ സാധനം, ഈ മാംസദണ്ഡ് തള്ളിക്കയറുന്ന രക്തത്തിന്റെ ഫലമായിട്ട് ഒരുമാതിരി ബാബു ആന്റണി രൂപത്തിലേക്ക് മാറും. അതായത് ഈ അരക്കെട്ടിൽ ബാബു നമ്പൂതിരിയുടെ കൂട്ട് സാമട്ടിൽ കിടന്നിരുന്ന മാംസദണ്ഡ് സിരകളിലൂടെയുള്ള രക്തത്തിന്റെ കുത്തൊഴുക്ക് കാരണം ബാബു ആന്റണി മട്ടിലേക്ക് മാറും. അപ്പൊ ഈ മാംസദണ്ഡ് ഇങ്ങനെ ബാബു ആന്റണിയുടെ സ്വഭാവം അല്ലെങ്കിൽ ആ ബാബു ആന്റണി ഇത്തരം അങ്ങ് നേടിയെടുത്തിട്ടുള്ള ഈ മാംസദണ്ഡ് ഇവരുടെ പേറ്റു യന്ത്രങ്ങളുണ്ട്. ഈ പേറ്റു യന്ത്രങ്ങളിലേക്ക് വളരെ സൂക്ഷ്മമായി കടത്തിക്കൊണ്ട് ചില പ്രവർത്തികൾ, അങ്ങനെ ഇവര് ധാരാളം വോട്ടുകൾ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചിറക്കും. കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും ഈ വോട്ട്, ഇവരെ ഉൽപ്പാദിപ്പിച്ച വോട്ടുകൾ മുഴുവൻ ഇങ്ങനെ പെരുകി 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 വരുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് അവരുടെ നിയന്ത്രണത്തിലാവും. ജനാധിപത്യം അവിടെ തീരും. സ്വാഭാവികമായിട്ട് പിന്നീട് മതാധിപത്യമാണ്. അതാണ് ഇവരുടെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ SDPIക്കാരുടെ. അതായത് അവരുടെ ദൈവത്തിന് വേണ്ടി ഈ മണ്ണ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന, ഇപ്പം വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ദൈവം കുറച്ച് വൈകിപ്പോയി ജനിക്കാൻ. ദൈവമല്ല, ദൈവത്തിന്റെ സന്ദേശവാഹകൻ കുറച്ച് വൈകിപ്പോയി. അതിനു മുന്നേ കുറെ ഹിന്ദു ദൈവങ്ങൾ ഭൂമിയിൽ വന്ന് ഏതാണ്ട് 5000-6000 വർഷം മുന്നേ, ഈ പറയുന്ന ദൈവപുത്രൻ ഉണ്ടായി വരുന്നതിന് മുന്നേ ഒരു 16000 വർഷം മുന്നേ ജനിച്ചിട്ട് ഇവര് എല്ലാവരും കൂടെ ചേറി ഈ ഭൂമി അങ്ങോട്ട് പിടിച്ചെടുത്ത് വെച്ചിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇത് MK ഫൈസിയുടെ ദൈവത്തിന്റെ ഭൂമിയാണ്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അവരുടേതാകുമ്പോൾ അത് അവർക്ക് തിരിച്ച് പിടിച്ചു കൊടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ശ്രമിക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു തരത്തിലുമുള്ള വർഗീയതയോ ഭീകരവാദമോ ഒന്നുമില്ല. ഈ മാംസദണ്ഡിൽ നിന്ന് കൂടുതൽ 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 വോട്ടുകൾ ഉൽപ്പാദിപ്പിച്ച് ആ ജനാധിപത്യത്തെ പതിയെ മതാധിപത്യത്തിന്റെ കീഴിലേക്ക് ആക്കുക, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ അനുവാദമില്ലാതെ കഴിയില്ലാത്ത നാളുകളിലേക്കാണ് ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഫൈസിമാർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ നിങ്ങൾ ഭയക്കണോ വേണ്ടയോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് ഒരു ഭീഷണി ഉണ്ട് എന്ന് ആരെങ്കിലും വിവരദോഷികൾ കരുതിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇപ്പോൾ പോങ്ങൻ ഇസ്ലാമോഫോബിയല്ല, പക്ഷെ പോങ്ങന് ഈ ഹൈനോഫോബിയ എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. ഹൈനോഫോബിയ, അതായത് ഈ ഹൈനോഫോബിയ വാസ്തവത്തിൽ ബുദ്ധിയുടെ ലക്ഷണമാണ് കേട്ടോ. ഇസ്ലാമോഫോബിയ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഹൈനോഫോബിയ ബുദ്ധിയുടെ ലക്ഷണമാണ്. പോങ്ങന്റെ ഒരു സവിശേഷമായ നിരീക്ഷണ പാടവത്തിന്റെ അനന്തര ഫലമാണ് ഈ ഹൈനോഫോബിയ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു 5-6 സിംഹം അല്ലെങ്കിൽ 5-6 കടുവ സിംഹം അല്ലെ 5-6 സിംഹങ്ങള് അങ്ങനെ കാട്ടിലെ ഒരു പ്രദേശത്ത് കഴിയുന്നു. ആ പ്രദേശത്ത് 2-3 ഹൈനകൾ എന്ന് പറഞ്ഞാൽ കഴുതപ്പുലികൾ അവരുമുണ്ട്. ഈ 5-6 സിംഹമുള്ള ആ പ്രദേശത്ത് താമസിക്കുന്ന കഴുതപ്പുലികളുടെ ശരീരഭാഷയൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വാലൊക്കെ പതിയെ കാലുകൾക്കിടയിലേക്കൊക്കെ നൂഴ്ത്തി വെച്ച് അഹിംസയുടെ 4 രൂപമായിട്ട് ഇവരങ്ങോട്ട് കഴിയും. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ഇനി മഹാത്മാഗാന്ധി എങ്ങാനും കഴുതപ്പുലികളായിട്ട് പുനർജന്മം സ്വീകരിച്ചതാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലേക്ക് ഇവർ അഹിംസ പ്രസരിപ്പിച്ചുകൊണ്ട് നടന്നു കളയും. കാരണം അവർ ന്യൂനപക്ഷമാണ്. ന്യൂനപക്ഷം എന്ന് ഉദ്ദേശിച്ചാൽ ഈ 5-6 സിംഹങ്ങൾക്കിടയിൽ 2-3 കഴുതപ്പുലികൾ എന്ന് പറഞ്ഞാൽ അവർ എണ്ണത്തിൽ കുറവാണ്. അപ്പം ആ സമയത്ത് ഇതാണ് ശരീരഭാഷ. എന്നാൽ ഒരു 10-10,000 കഴുതപ്പുലികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? ഈ 5-6 സിംഹത്തിന്റെ കഥ കഴിക്കും അവർ. അതിന് കുറ്റം പറയാൻ പറ്റില്ല. അതൊരു വാസനയാണ്, ജന്മവാസനയാണ്. അതിപ്പോൾ ഈ മാനായാലും മയിലായാലും കഴുതപ്പുലി ആയാലും ഇവരെല്ലാവരും മൃഗമാണ് എന്ന് കരുതിക്കൊണ്ട് ഒരൊറ്റ സ്വഭാവമൊന്നുമല്ല. കഴുതപ്പുലികൾക്ക് സവിശേഷമായ വേറൊരു തരം മനോഭാവമുണ്ട്. അതാണ് അവരുടെ ജാതി എന്ന് പറയുന്നത്. മൃഗമാണെങ്കിൽ പോലും
കഴുതപ്പുലി എന്ന് പറയുന്നത് വേറിട്ട ഒരു ജാതിയാണ്. കാരണം അതിൻ്റെ മനോഭാവം വളരെ വ്യത്യസ്തമാണ്. അത് അണഞ്ഞു നിൽക്കേണ്ട കാലത്ത് വളരെ ബുദ്ധിപൂർവ്വം തന്ത്രപൂർവ്വം അതങ്ങ് നിൽക്കും. അതിനുശേഷം സ്വാഭാവികമായിട്ട് തിരിച്ചു വരും. ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ അത് മനസ്സിലാക്കുന്നവർക്ക് സ്വാഭാവികമായിട്ട് ഹൈനോഫോബിയ ഉണ്ടാവും. അത് തിരിച്ചറിവാണ്. ഇവരുടെ സ്വഭാവം മനസ്സിലാക്കി കഴിയുമ്പോൾ ഇവരുടെ എണ്ണം പെരുകാതെ, അപ്പോൾ അതിന് വേണ്ട കാര്യം സിംഹങ്ങൾക്കാണ് ആ ബുദ്ധി വേണ്ടത്. ഇത് എണ്ണം ഇങ്ങനെ ഒരു പരിധി കഴിഞ്ഞ് കൂടാതിരിക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ സിംഹത്തിൻ്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കണം. കഴുതപ്പുലികൾക്ക് കൂടി ഉള്ളതാണ് ഈ കാട്. ശരിയാണ്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ കഴുതപ്പുലികൾക്ക് മാത്രമാണെന്ന് വന്നാലോ? കഴുതപ്പുലികൾ പറയാണ് ഈ കാട് ഞങ്ങളുടേത് മാത്രമാണെന്ന് പറഞ്ഞാലോ? അതിനുവേണ്ടി പതിയെ പെറ്റുകൂട്ടി കഴുതപ്പുലികളുടെ എണ്ണം, ആ എണ്ണപ്പെരുക്കം ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി മൃഗങ്ങളെ മുഴുവൻ ഇല്ലാതാക്കിയതിന് ശേഷം ഈ കാട് ഞങ്ങളുടേതാണെന്ന് കഴുതപ്പുലികൾ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപകടമാണ്, അല്ലേ? സ്വാഭാവികമാണ്, അത് അപകടമാണ്. അത് ആ കാടത്വത്തിൻ്റെ താളം തന്നെ തെറ്റിപ്പോവും. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും മറ്റു മൃഗങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടുന്ന നിയന്ത്രണം, ഈ കഴുതപ്പുലികളുടെ വംശപ്പെരുക്കം സംഭവിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കണം. അതല്ലെങ്കിൽ നിലനിൽക്കാൻ പറ്റില്ല. അതാണ് അതിജീവനത്തിൻ്റെ പാഠമെന്ന് പറയുന്നത്. അപ്പോൾ ഇതറിയാവുന്ന, ഈ കഴുതപ്പുലികളുടെ സഹജമായ സ്വഭാവം അറിയാവുന്നവർക്ക് സ്വാഭാവികമായിട്ടും ഒരുതരം കരുതലെടുക്കേണ്ടതായിട്ടുള്ള ഒരു തോന്നൽ വരും. അതിനെയാണ് ഹൈനോഫോബിയ എന്ന് പറയുന്നത്. ഇതുപോലാണോ ഇസ്ലാമോഫോബിയ എന്ന് എനിക്കറിയില്ല, കാരണം എനിക്കതില്ല. പക്ഷെ എന്തായാലും ഇത്തരം ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിൽ പോലും അത് അവരുടെ വിവേകത്തിൻ്റെയും വിവരത്തിൻ്റെയും ഫലമാണോ എന്നും പറയാൻ പറ്റില്ല. കാരണം പോങ്ങൻ്റെ ഹൈനോഫോബിയ പോങ്ങൻ്റെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്നതാണ്, തിരിച്ചറിവിൽ നിന്നുണ്ടാകുന്നതാണ്. അതുപോലെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ ഒരു നില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ശുദ്ധരാണെന്നേ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിൽ എത്താൻ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഈ റെയ്ഡ് കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരുടെ ഗോ ബാക്ക് എന്ന് പറയുമോ, തിരിച്ച് ഓഫീസിലോട്ട് കയറി വീണ്ടും റെയ്ഡ് ചെയ്യുമെന്ന് പറയുമോ? അതല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ അങ്ങേയറ്റത്തെ ഒരു ആതിഥ്യ മര്യാദ കാരണമല്ലേ ഒന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഇവിടെ റെയ്ഡ് ചെയ്യാൻ വന്നിരുന്നെങ്കിൽ 10 ബേക്കറി കൊള്ളയടിച്ച് ഞങ്ങൾ വേണ്ട മുട്ട പപ്സും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി വെക്കില്ലായിരുന്നു എന്ന് പറയാൻ ആ നിയുക്ത തിഹാർ ജയിൽ അന്തേവാസിയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അതവരുടെ ആതിഥ്യ മര്യാദയാണ്. അതിനെ ഭയത്തോടു കൂടിയല്ല കാണേണ്ടത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു വരിയായിട്ടുള്ള നിൽപ്പും, ആ ഇന്നോവയിൽ സ്പർശിക്കാതെ ഇങ്ങനെ വരിയായിട്ട് നിന്നിട്ട് ഇൻകുലാബ് സിന്ദാബാദ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്തായി പോയി. എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ സങ്കടം എനിക്ക് വന്നിട്ടില്ല. നിങ്ങൾക്ക് ആ റൌഫിനെ അറിയാവോ? അതുകൊണ്ട് ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്.